നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിന്റെ മനുഷ്യപ്പുലികളെ അടുത്തറിഞ്ഞ് അന്താരാഷ്ട്ര ഉത്തരവാദിത്വ വിനോദസഞ്ചാരി സംഘം. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ സുധീർ. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സാംസ്കാരിക പൊതുസമ്മേളനവും കൊടകരയിൽ നടത്തി. ആശാവർക്കർമാരെ സർക്കാർ അവഗണിക്കുമ്പോൾ ആശാവർക്കർമാരടക്കമുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി. വിശദമായ വാർത്തകളിലേക്ക്. മെയ് എഴുതി പുലികളായി രൗദ്രതാളത്തിൽ ചുവടുവെച്ച് ജനങ്ങളെ ആവേശത്തിലാക്കുന്ന മനുഷ്യപ്പുലി കൂട്ടങ്ങളെ കണ്ട് വിസ്മയത്തിലായി അന്താരാഷ്ട്ര ഉത്തരവാദിത്വ ടൂറിസം നേതാക്കൾ. 10 രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരള ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ശ്രീജീവം ഉത്തരവാദിത്വ ടൂറിസം മിഷൻ ക്ലബിന്റെ സംഘാടനത്തിൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി മഹോത്സവം ആസ്വദിച്ചു. UK, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, തായ്വാൻ, നേപ്പാൾ, ശ്രീലങ്ക, റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉത്തരവാദിത്വ ടൂറിസം നേതാക്കൾ, അക്കാദമിഷ്യന്മാർ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരാണ് തൃശൂരിലെ പുലിക്കളി മഹോത്സവം കാണാനെത്തിയത്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശാനുസരണം കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പുലിക്കളിയെ നേരിട്ടറിയുകയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും എന്ന സന്ദർശന ലക്ഷ്യം പൂർണ്ണമായും സാധ്യമായെന്ന് സംഘാംഗങ്ങളും വിദേശ പ്രതിനിധി സംഘത്തെ കോർഡിനേറ്റ് ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന കേരള ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റി CEO K. രൂപേഷ് കുമാറും പറഞ്ഞു. രാവിലെ സീതാറാമിൽ ലൈൻ ദേശത്തെത്തിയ സംഘത്തിന് സംഘാടകരുടെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പൊരുക്കി. ഇളനീർ കുടിച്ച് ആസ്വദിച്ച് മെയ്യെഴുത്തും പുലിയൊരുക്കവും കണ്ടറിഞ്ഞു. പ്രത്യേക മേളത്തിന് ചൂടുവെച്ച് ചിലർ പുലികളായി മാറി. പുലികളായി വേഷമിടുന്നവരും സംഘാടകരുമായും സംഘം സംവദിച്ചു. ശ്രീജീവം ഉത്തരവാദിത്വ ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘത്തിന് സ്വീകരണം നൽകി. തിരുവാതിരപ്പാട്ടും നാടൻ ഭക്ഷണവും ആസ്വദിച്ചു. പ്രതിനിധികൾക്ക് ഉപഹാരം തൃശൂർ പെരുമയെ കടൽ കടത്തിയ പൂരത്തിൽ ആനയഴകിന് സൗന്ദര്യം ചാർത്തുന്ന നെറ്റിപ്പട്ടങ്ങൾ CEO K. രൂപേഷ് കുമാർ സമ്മാനിച്ചു. സ്വരാജ് റൗണ്ടിലെ പുലിയിറക്കത്തിന്റെ ആവേശം ഹൃദയത്തിലേറ്റിയാണ് സംഘം മടങ്ങിയത്. ഇതാദ്യമായാണ് ഇത്രയധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം കേരളത്തിൽ ഓണവും പുലിക്കളിയും കാണാനെത്തുന്നത്. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധിനഗർ വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ നടത്തിയ ഓണാഘോഷം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തോമസ് ഫ്രാങ്ക്ലിൻ USA മുഖ്യാതിഥിയായിരുന്നു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG അജോ, ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി, കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ടോമി കള്ളിയത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകളുടെ വിതരണവും നിർവഹിച്ചു. തുടർന്ന് കൊച്ചിൻ സ്റ്റാർ ബീറ്റ്സ് അവതരിപ്പിച്ച ചാക്യാരും ചാലക്കുടിക്കാരും എന്ന മെഗാ ഷോ നടന്നു. കൊടകരയുടെ ഒരു സാംസ്കാരിക മുഖമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഏതാഘോഷങ്ങളുണ്ടെങ്കിലും ഏത് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും സജീവമായിട്ട് ഏകലവ്യ ക്ലബ്ബ് പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, ഏകലവ്യയുടെ ആംബുലൻസ് സർവീസ്, അതുപോലെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. ഓണം മലയാളികളുടെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്കൊക്കെ അറിയാം. മലയാളികളുടെ നമ്മുടെ ഈ ഓണാഘോഷത്തെ ഗംഭീരമാക്കാൻ വലിയ പരിപാടികളാണ് മേഖലയോടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ ജീവണ്ടിയുടെ ഡയറക്ടർ PJ ആന്റണി ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ആന്റണി ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഏകലവ്യ കലാകായിക സമിതിയുടെ പ്രസിഡന്റ് ഷാജേട്ടനുണ്ട്. ആളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലബിൻ്റെ കോർഡിനേറ്റർ ജോയി നെല്ലിശ്ശേരി കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഓണത്തിനോടനുബന്ധിച്ച് വരാൻ എനിക്ക് സാധിച്ചു. നന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ പരിപാടികളെല്ലാം. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുധീർ. പാലക്കാട് എരപ്പുള്ളി സ്വദേശിയായ എം സുധീർ 2005 സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. 2005 മുതൽ 2024 വരെ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ജിയോഗ്രഫി അധ്യാപകനായിരുന്നു. 2024 മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി ചുമതലയേറ്റത്. ഇരിങ്ങാലക്കുടയിൽ അധ്യാപകനായിരിക്കെ NSS പ്രോഗ്രാം ഓഫീസറായും കൺവീനറായും സേവനമനുഷ്ഠിച്ചു. ഇക്കാലയളവിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകരയിലെത്തി വിദ്യാലയത്തിന്റെ മികവ് ഉയർത്തുന്നതിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. വിദ്യാർത്ഥികളെയും സഹാധ്യാപകരെയും രക്ഷിതാക്കളെയും ചേർത്ത് നിർത്തി സുധീർ മാഷ് നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച ഹയർ സെക്കൻഡറി അധ്യാപക പുരസ്കാരത്തിന് എം സുധീറിനെ അർഹനാക്കിയത്. അവശേഷിക്കുന്ന 5 വർഷക്കാലം സർവീസിൽ കുറെ കൂടി മികച്ച രീതിയിൽ സേവനം ചെയ്യാൻ ഈ അവാർഡ് ഊർജം പകരുമെന്ന് എം സുധീർ പറഞ്ഞു. ഒരു അവാർഡ് എപ്പോഴും ഒരു പ്രചോദനമാണ്. നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നാണ് അവാർഡിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതും സന്തോഷം തന്നെയാണ്. എന്നെ പരിഗണിച്ചതിൽ ഒരിക്കൽ കൂടിയുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. തുടർന്നും നിരന്തര ഇടപെടലുകൾ 5 വർഷം കൂടെ സർവീസ് ബാക്കിയുണ്ട്. തുടർന്നും എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കുമായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. പാലക്കാടാണ് സ്വദേശമെങ്കിലും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിരതാമസം. സ്മിത ഭാര്യയാണ്. CA വിദ്യാർത്ഥിനി ഗായത്രി ഏക മകളാണ്. DYFI പേരാമ്പ്ര നാടുകുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നിറനിലാവ് ഗ്രാമോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ CPIM ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് എന്നിവർ അനുമോദിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം സ്റ്റീഫൻ നമ്പാടൻ, CPIM ബ്രാഞ്ച് സെക്രട്ടറി KC അനൂപ്, DYFI കൊടകര സൗത്ത് മേഖലാ പ്രസിഡന്റ് അനൂപ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. മനുഷ്യനെന്ന നിലയിൽ അതിൻ്റെ ജീവിത പ്രയാസങ്ങളിൽ താങ്ങായി കൈപിടിച്ചുയർത്തുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പരിശോധിച്ചാൽ മതി. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സാംസ്കാരിക പൊതുസമ്മേളനവും കൊടകരയിൽ നടത്തി. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടകനായി. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. മുൻ സംസ്ഥാന ഖജാൻജി PK സുബ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം NV ശിവദാസൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി CV ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PP ശശിധരൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ KV ജനാർദ്ദനൻ, TK വേലായുധൻ, AK സാജു, MA ഗിരി, യൂണിയൻ സെക്രട്ടറി KU രതീപ്, യൂണിയൻ ഖജാൻജി TK ഷാജു എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ 18, 19 വാർഡ് നിവാസികൾ സംയുക്തമായി ഓണോത്സവ് 2025 എന്ന പേരിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. 6, 7 തീയതികളിലായി നടന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ശ്രീനിവാസൻ മംഗലത്ത് അധ്യക്ഷനായിരുന്നു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK സരസ്വതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD ബാഹുലയൻ, ഫാദർ ഗ്രേഷ്യസ്, കൺവീനർമാരായ ജോസ് മേച്ചേരി, തോമസ് പുല്ലോക്കാരൻ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരെ സർക്കാർ അവഗണിക്കുമ്പോൾ ആശാ വർക്കർമാരടക്കമുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ ഓണാഘോഷം.
ചാലക്കുടി മണ്ഡലത്തിലെ ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗനവാടി ടീച്ചർമാർ, അംഗനവാടി ഹെൽപ്പർമാർ എന്നിവർക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകി MLAയുടെ ഓണാഘോഷം ശ്രദ്ധേയമായി. ഐസിൽ ഫിൻകോർപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. MLA സനീഷ് കുമാർ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം മണ്ഡലത്തിലെ ഒരു ആദിവാസി ഉന്നതി ഏറ്റെടുത്ത് അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും നടത്താൻ തയ്യാറാണെന്നും ആരുമില്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ICL ഫിൻകോർപ്പ് MD അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ രീതിയിൽ ഓണം ആഘോഷിച്ച MLA ഇല്ലെന്നാണ് തന്റെ അറിവെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു. പ്രധാന പ്രവർത്തകർക്കുള്ള ഓണക്കോടി വിതരണം ICL ഫിൻകോർപ്പ് MD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, കമ്പനി CEO ഉമാദേവി അനിൽകുമാറും ചേർന്ന് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. അങ്കമാലി MLA റോജി ജോൺ, ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ഇമാം ഹാജി ഹുസാൻ ബാഗവി, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് എന്നിവർ സംസാരിച്ചു. മുൻ ചെയർമാൻ VO പൈലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത്, KV പോൾ, സച്ചിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. ആശാ വർക്കർമാർക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും അംഗനവാടി അധ്യാപകർ, ഹെൽപ്പർമാർക്കും നൽകിയ ഓണസദ്യ വിളമ്പാനും MLA സനീഷ് കുമാർ ജോസഫ് നേതൃത്വം നൽകി. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഹോർട്ടിക്കൾച്ചറിൽ റാങ്ക് നേടി കൊടകര പേരാമ്പ്ര സ്വദേശിനി ആദ്യ ഷിബുവാണ് ഫസ്റ്റ് റാങ്ക് നേടിയത്. ചെന്നൈയിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് ഗോൾഡ് മെഡൽ ഏറ്റുവാങ്ങി. BSc ഹോർട്ടിക്കൾച്ചറിലും ഫസ്റ്റ് റാങ്ക് നേടിയിരുന്നു ഈ മിടുക്കി. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഷിബു തുരുത്തുമ്മൽ മാള കാർമൽ കോളേജ് ബോട്ടണി വിഭാഗം HODയായ ഡോക്ടർ ബിന്ദു ഷിബു ദമ്പതികളുടെ മകളാണ് റാങ്ക് നേടിയ ആദ്യ. കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി ആദ്യയെ അനുമോദിച്ചു. ആദ്യ ഷിബു തുരുത്തുമ്മൽ ഹോർട്ടിക്കൾച്ചർ MSc വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ് ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുകയുണ്ടായി. എന്തായാലും 10ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായാണ് വാർഡിൽ ഒരാൾ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്നത്. എന്തായാലും ജനപ്രതി എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലും എല്ലാ അഭിനന്ദനങ്ങളും നേരുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,935 രൂപ, പവന് 79,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിന്റെ മനുഷ്യപ്പുലികളെ അടുത്തറിഞ്ഞ് അന്താരാഷ്ട്ര ഉത്തരവാദിത്വ വിനോദസഞ്ചാരി സംഘം. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ N സുധീർ.
CPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സാംസ്കാരിക പൊതുസമ്മേളനവും കൊടകരയിൽ നടത്തി. ആശാവർക്കർമാരെ സർക്കാർ അവഗണിക്കുമ്പോൾ ആശാവർക്കർമാരടക്കമുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് MLA സനീഷ് കുമാർ ജോസഫിന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.